ഹലോ. 1976 അടിയന്തരാവസ്ഥ കാലഘട്ടവും അതിലെ തന്നെ രാജൻ കേസുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ നിയമത്തിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് നമുക്ക് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടവും ഈ രാജൻ കേസും ഈ ഹേബിയസ് കോർപ്പസുമായിട്ടുള്ള ബന്ധമെന്ന് നമുക്ക് നോക്കാം. 1976 അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയും അതേപോലെ അലഹാബാദ് കോടതിയും ഒരു അസ്വാരസ്യമുണ്ടായി. അതേ തുടർന്നാണ് ഇന്ദിരാഗാന്ധി പെട്ടെന്ന് തന്നെ അടിയന്തരാവസ്ഥ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. അത് വലിയൊരു ഇരുണ്ട അധ്യായമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്തിന് പത്രപ്രവർത്തനത്തിന് ഉള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. എത്രത്തോളം ഭീകരമായിരുന്നു ആ അന്തരീക്ഷം എന്ന് നമുക്ക് പ്രവചിക്കാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന നിയമം ഭരണഘടനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് ഹേബിയസ് കോർപ്പസ് എന്ന നിയമത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു റിയൽ സ്റ്റോറിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആ സ്റ്റോറി എന്താണെന്ന് നോക്കാം. കേരളത്തിൽ 1976 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പി രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതു മുതലാണ് തുടക്കം. ആ വിദ്യാർത്ഥിയെ നിയമപരമായ രേഖകളില്ലാതെ തെളിവുകളില്ലാതെ കുറെ ദിവസം പോലീസുകാർ കസ്റ്റഡിയിൽ പിടിച്ചുവെച്ചു. ഏറെ ദിവസമായിട്ടും രാജൻ എന്ന വിദ്യാർത്ഥി പുറലോകം കണ്ടില്ല. തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവന്റെ പിതാവ്, അതായത് രാജന്റെ അച്ഛൻ, പോലീസിൽ ഒരു പരാതി നൽകുന്നു. അതിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി ഒരു വ്യക്തിയെ തടങ്കലിൽ പാർപ്പിച്ചാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഹർജിയാണ് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ആണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ആ നാള് വരെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അത്ര പ്രാധാന്യം അറിഞ്ഞില്ലായിരുന്നു. ഇതിന് ശേഷമാണ്, രാജന്റെ തിരോധാനത്തിന് ശേഷമാണ് ഹേബിയസ് കോർപ്പസ് എന്ന നിയമം വലിയൊരു പ്രാധാന്യം ഭരണഘടനയിൽ പോലും അർഹിക്കുന്നത്. ഹർജി നൽകിയതിനെ തുടർന്ന് കോടതി അന്വേഷണം നടത്താൻ ആരംഭിച്ചു, അല്ലെങ്കിൽ ഉത്തരവിട്ടു. ഈ ഉത്തരവിട്ടതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കേട്ട വാർത്തകൾ അത്ര നല്ലതല്ല. കാരണം ഭീകരമായിട്ടാണ് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രാജനെ പോലീസുകാർ കസ്റ്റഡിയിൽ ഉപദ്രവിച്ചത്. അന്നത്തെ പോലീസുകാർ ഇന്നത്തെ പോലെ അല്ല. നമുക്കറിയാം, മൂന്നാം മുറ പയറ്റി തെളിഞ്ഞ പല പ്രഗത്ഭന്മാരും അന്ന് അക്കാലത്തുണ്ടായിരുന്നു. രാജന്റെ മേലും അങ്ങനെ പ്രയോഗിച്ചിരുന്നു. നിസ്സംശയം പറയാം, രാജൻ കൊല്ലപ്പെട്ടു. അവരുടെ ക്രൂരമായ ആക്രമണത്തിൽ അല്ലെങ്കിൽ കസ്റ്റഡി മരണം സംഭവിച്ചിരിക്കുന്നു. മരണം സംഭവിച്ചു എന്നുള്ളത് നിശ്ചിതമാണ്. പക്ഷേ എന്നാൽ എങ്ങനെ, എപ്പോൾ എന്ന് മാത്രം അവ്യക്തമാണ്. ഇന്നേ വരെ മരണം സംഭവിച്ചിട്ടും രാജന്റെ ശരീരം അവന്റെ വീട്ടുകാർക്ക് കാണാൻ പോലും ഒരവസരം ഉണ്ടായിട്ടില്ല. അന്നും ആ അച്ഛൻ ചോദിച്ചത് എന്റെ മകൻ എവിടെ, എന്റെ മകൻ എവിടെ എന്നാണ്. ശരിയാണ്, എവിടെ? ഒരാൾ കസ്റ്റഡി മരണപ്പെട്ടു, എന്നാൽ അയാളുടെ ബോഡി എങ്കിലും വീട്ടുകാരെ കാണിക്കാനുള്ള അവകാശം ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ അതുപോലും രാജന്റെ കുടുംബത്തിൽ നിഷേധിക്കപ്പെട്ടിരുന്നു. രാജന്റെ തിരോധാനത്തെ തുടർന്ന് രാജന്റെ അച്ഛൻ ഫയൽ ചെയ്ത ഹർജിയിൽ നിന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായതെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. കരുതൽ തടങ്കൽ, കാണാതാകൽ, മറ്റൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് താൻ അന്വേഷിക്കുന്ന ഒരാള് കരുതൽ തടങ്കൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം പരാതി നൽകാം. ഹേബിയസ് കോർപ്പസ് എന്നത് ഹേബിയസ് കോർപ്പസ് എന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണാധികാരികൾ അന്യാധീനമായി ആളുകളെ തടങ്കലിൽ പാർപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമവ്യവസ്ഥയായിരുന്നു ഇത്. നമ്മുടെ ഭരണഘടനയിലും ബ്രിട്ടീഷ് ഭരണഘടനയിലെ ഈ ഒരു നിയമവ്യവസ്ഥ നമ്മൾ അതിന്റെ ആപ്തിയോടുകൂടി തന്നെ ഉൾക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ചേർത്ത് വച്ചിട്ടുണ്ട്. രാജന്റെ തിരോധാനത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ സ്വാതന്ത്ര്യവും ജീവനും സംരക്ഷിക്കാനുള്ള പ്രധാന ഒരു നിയമമായി ഇത് മാറി. ഒരാളെ കരുതൽ തടങ്കലിൽ വച്ചാൽ കോടതിക്ക് മുമ്പിൽ അയാളെ ഹാജരാക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് ഹേബിയസ് കോർപ്പസ്.
ഇനി നമുക്ക് ഇത് പ്രതിപാദിപ്പിക്കുന്ന സെക്ഷൻസ് കൂടി ഏതാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ഹേബിയസ് കോർപ്പസ് ഉൾപ്പെടെ റിട്സ് നൽകാനുള്ള അവകാശവും അധികാരവുമുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്സ് ജുറിസ്ഡിക്ഷൻ ലഭ്യമാണ്. ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശവും ഉറപ്പാക്കുന്ന വകുപ്പാണിത്. ഇത് ഹേബിയസ് കോർപ്പസിന്റെ ആത്മാവാണ്. ഒരാളെ നിയമാനുസൃത കാരണം ഇല്ലാതെ, കോടതി ഉത്തരവില്ലാതെ, വ്യക്തമായ തെളിവുകളില്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒരാളെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചതായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹേബിയസ് കോർപ്പസ് മുഖേന അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാവുന്നതാണ്. ഇതാണ് രാജന്റെ തിരോധാനത്തിലൂടെ ശക്തമായ ഒരു നിയമം ബാക്കിയുള്ള ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. ഒരറിവും ചെറുതല്ല, പ്രത്യേകിച്ച് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ്. നിയമം അറിയണം, കാരണം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. ഹെർ വോയിസ് മീഡിയ എന്ന എന്റെ ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത് ഓരോരോ നിയമത്തിന്റെ ഓരോരോ പ്രക്രിയകളെ കുറിച്ചാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.